അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട്, ഈ കോക്കാച്ചി എന്താന്ന്. ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചു. ചാറ്റ്ജിപിറ്റി പറഞ്ഞു, ഓ അത് വെറുതെ പിള്ളേരെ പറ്റിക്കാൻ പറയുന്നതാടാ, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. പക്ഷെ ഞാൻ വീണ്ടും ചോദിച്ചേ, ഈ കോക്കാച്ചിക്ക് പിന്നിലുള്ള കഥ എന്താന്ന്. അപ്പം നേരത്തെ ഇങ്ങനൊരു ജീവി പോലും ഇല്ലെന്ന് പറഞ്ഞ ചാറ്റ്ജിപിറ്റി കോക്കാച്ചിയുടെ കഥ പറയാൻ തുടങ്ങി. ചാറ്റ്ജിപിറ്റി പറയുന്നതേ സത്യത്തിൽ കോക്കാച്ചിയല്ല, കൊച്ചമ്മണിയാണെന്ന. കഥ ഇങ്ങനെയാണേ. പണ്ട് കേരളത്തിലൊരു ഗ്രാമത്തിലില്ലേ, കൊച്ചമ്മണി എന്ന് പേരുള്ളൊരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവർക്കില്ലേ ഈ നാട്ടുമരുന്നുകളും പച്ചമരുന്നുകളും ഒക്കെ അറിയായിരുന്നേ. ഒരുപാട് നദികളും പുഴകളും ഒക്കെ ഉള്ള സ്ഥലമാണ് ആ ഗ്രാമമേ. അതുകൊണ്ട് തന്നെ മഴക്കാലമായാൽ അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്തില്ലേ ഈ ഗ്രാമത്തിലെ ഒരുപാട് പേർക്ക് അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ അസുഖങ്ങളൊക്കെ വന്നവരെ ചികിത്സിക്കുന്നത് ഈ കൊച്ചമണിയാണ്. കാരണം കൊച്ചമണിക്ക് പച്ചമരുന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഇരിക്കെ നല്ല മഴയുള്ളൊരു ദിവസം രാത്രിയിലുണ്ടല്ലോ, ആ ഗ്രാമത്തിലെ 2 കുട്ടികളെ കാണാതെ പോയി. കൊച്ചമണി പറയുന്നത് ആ കുട്ടികളെ പുഴയിൽ നിന്ന് കയറി വന്ന എന്തോ ഒരു ജീവി, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു ജീവി പിടിച്ചോണ്ട് പോയെന്നാണ് കൊച്ചമണി പറയുന്നത്. പക്ഷെ ആ ഗ്രാമത്തിലെ ചില ആൾക്കാർക്കൊന്നുമില്ലേ അതങ്ങോട്ട് വിശ്വാസം വന്നില്ല. പതുക്കെ ആ ഗ്രാമത്തിലൊരു സംസാരം ഉണ്ടായി. അതായത് കൊച്ചമണി ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ വെച്ച് ബ്ലാക്ക് മാജിക് ചെയ്യുവാന്ന്. അങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതുകൊണ്ടാണ് കൊച്ചമണിക്ക് ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് സുഖമാക്കാൻ പറ്റുന്നെന്ന്. അത് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം അങ്ങ് വിശ്വസിച്ച് ഒരു ദിവസം രാത്രിയിലുണ്ടല്ലോ, അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി കൊച്ചമണിയെ പിടിച്ച് അവരുടെ ദേഹത്ത് വലിയൊരു കല്ല് കെട്ടിയിട്ടില്ലേ, അവരെ ആ പുഴയിൽ കൊണ്ടിട്ടു. അങ്ങനെ കൊച്ചമണി മരിച്ചു. ആ നാട്ടുകാരെല്ലാം കൂടിയിട്ടില്ലേ കൊച്ചമണിയുടെ വീട്ടിൽ പോയി അരിച്ചു പെറുക്കിയെങ്കിലും ആ കാണാതെ പോയ കുട്ടികളെ അവിടെ നിന്നൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വർഷങ്ങൾക്ക് ശേഷം നല്ല മഴയുള്ള ഒരു ദിവസം രാത്രിയിലെ ആ ഗ്രാമത്തിലെ ഒരാൾ ഒരു കാഴ്ച കണ്ടു. ആ പുഴയുടെ തീരത്ത് കൊച്ചമണി ഇങ്ങനെ നിൽക്കുന്നു. കൊച്ചമണിയല്ല, കൊച്ചമണിയുടെ പ്രേതം. പക്ഷെ അവൾ ഒറ്റയ്ക്കല്ലായിരുന്നേ, അവളുടെ കൂടെ ഒരു ജീവി ഉണ്ടായിരുന്നു. മനുഷ്യരാരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി, കൊച്ചമണീസ് പെറ്റ്, കോക്കാച്ചി. ഇതാണ് ചാറ്റ്ജിപിറ്റി പറഞ്ഞ കോക്കാച്ചിയുടെ കഥ.